ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഗാർഡനിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു നല്ലൊരു റെസിപ്പി, ചെറുതാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടി ഷെയർ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ രാവിലെ തന്നെ ചായ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു ബെഡ് കോഫിയൊക്കെ കുടിച്ചിട്ട് ചെടിയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നല്ല മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ചെടി നന്നായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാം നശിച്ചു പോകും. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ ചെടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഇഷ്ടപ്പെടുകയുള്ളൂ കേട്ടോ ഈ ഒരു കുറച്ച് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2-3 ദിവസം അടുപ്പിച്ച് മഴ ആയതുകൊണ്ട് ഒട്ടും തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഗാർഡനും നല്ല മോശമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഈ ചൊറിയുന്ന ഒരു തരം പുഴുവില്ലേ, ചൊറിയൻ പുഴുവില്ലേ, അതാണ് കൂടുതലായിട്ടും ഈ റെയിനി സീസണിൽ നമ്മുടെ ചെടികളൊക്കെ അറ്റാക്ക് ചെയ്യണത്. അത് കൂടുതലായിട്ടും അറ്റാക്ക് ചെയ്യണത് ഈ ചെത്തി പോലുള്ള ചെടികളെയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ആ ഒച്ചുണ്ടല്ലോ, അതും ഒരു ദിവസം ചെടിയിൽ കയറിയിരുന്നാൽ ഫുള്ള് ലീഫും അത് കഴിച്ച് തീർക്കും. പിന്നെ അതിൻ്റെ ആ സ്റ്റെമ്മ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ പ്ലാന്റിൻ്റെ. അത് പിന്നെ ഉണ്ട്. അതിന് കൂടെ ഇതും കൂടി ആകുമ്പോൾ ഒരുപാട് ചെടിയൊക്കെ നന്നായിട്ട് മോശമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സോപ്പ് വാട്ടർ കൊടുക്കാറുണ്ട് ഞാൻ. പക്ഷേ ഇപ്പോൾ ഈ മഴ ഇങ്ങനെ അടുപ്പിച്ച് പെയ്യണതുകൊണ്ട് സോപ്പ് വാട്ടർ കൊടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതങ്ങോട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ പെട്ടെന്ന് ഇതുണ്ടോ, ഞാനിപ്പോൾ എത്ര കീടങ്ങളെ നശിപ്പിച്ചതെന്നറിയോ. ഈ ചെത്തിയിലൊക്കെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ താഴെയൊക്കെ ചൊറിയൻ പുഴുവാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിങ്ങനെ ഈ സോപ്പ് വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ വരുമ്പോൾ അത് ഈ പ്ലാന്റിൻ്റെ റൂട്ടിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ചെടികൾ ചീത്തയായി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 ദിവസം 3 ദിവസമൊക്കെ വെയിൽ നിൽക്കുന്ന സമയത്തല്ലാതെ സ്പ്രേ ചെയ്യാത്തത് കേട്ടോ. അതല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ ഇതുപോലുള്ള പുഴുക്കൾക്കൊക്കെ നല്ല ആശ്വാസം കാണാറുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും കുറച്ചൊന്ന് മഴ തോർന്ന് നിന്ന സമയത്ത് ക്ലീൻ ചെയ്ത് വരണതാണ്. ഒരു പോർഷൻ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ അടുത്ത പോർഷനൊക്കെ ഇതുപോലെ പുഴുക്കളൊക്കെ കയറിയിട്ടുണ്ടാവും. ഇത് ഏത് വഴിക്കാണ് ഏത് സമയത്താണ് വരണമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. രാത്രിയൊക്കെ പ്ലാന്റിൽ വന്നിരിക്കും. പിന്നെ ചെടിയിൽ ഒന്ന് സൺലൈറ്റൊക്കെ കിട്ടിയാലാണ് ഇത് പുറത്തേക്ക് വരുള്ളൂ. ഇപ്പം ഇങ്ങനെ വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതുപോലെ പോകുന്നത്. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ മുട്ട ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ പൂവ്. അതായത് നല്ല കട്ട റോസ് വിരിഞ്ഞ് നിൽക്കണ പോലെ. നഴ്സറിയിൽ നിന്ന് വാങ്ങിയതുകൊണ്ടാകാം അത് ബഡ് ഇങ്ങനെ വരും, അത് വാടിപ്പോകും. അതിനൊരു സൊല്യൂഷൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, വീഡിയോ കാണുന്ന ആരെങ്കിലും. അതുപോലെ തന്നെ നാടൻ റോസ്. അതെ, നമ്മൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇതുപോലെ നാടൻ റോസ് അത് കഴിഞ്ഞില്ലേ, അത് ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് റോസ്. അപ്പോൾ ഈ മഴക്കാലത്ത് റോസ് എന്ന് പറയുന്ന വെറൈറ്റി നന്നായിട്ട് പൂക്കളുണ്ടാവും. കീടങ്ങളുണ്ടാവുമെങ്കിലും അത്യാവശ്യം പൂക്കളുണ്ടാവും. പിന്നെ എല്ലാ സീസണിലും പൂവിടുന്ന ഫേവറേറ്റ് ചെടിയാണ് ബ്രൈഡൽ ബൊക്കെ. ഇതിങ്ങനെ അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു വിട്ടാൽ മതി. അപ്പോൾ ഈ ഗാർഡനിങ് ഒക്കെ കയറി കഴിഞ്ഞപ്പോഴേ പേരൊക്കെ കട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ ആ ഒരു ബഞ്ചോട് കൂടി ഇങ്ങോട്ട് പോകുന്നു. നല്ല മൂത്ത വലിപ്പമുള്ള പേരൊക്കെയായിരുന്നു കേട്ടോ. ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച പേര ചെയ്തുകൊണ്ട് തന്നെ നല്ല വലുതായി കിട്ടും. പക്ഷേ അത് അങ്ങനെ പൊട്ടി പോന്നിട്ട് കളയാൻ തോന്നില്ല. അപ്പോൾ അതങ്ങനെ എടുത്ത് ഞാൻ അകത്ത് കൊണ്ടുവന്ന് വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് 1-2 നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നല്ലൊരു റെസിപ്പി കൂടി ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പിന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യാൻ സ്ട്രോങ് ആയിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല, നല്ല റേറ്റ് കൂടി നിൽക്കുന്ന സമയമാണെങ്കിലും. ഇനിയിപ്പോൾ ഓയിലിൽ ചെയ്യാം, ബട്ടറിൽ ചെയ്യാം, അതൊക്കെ ചോയ്സ് ചെയ്തെടുത്തോ കേട്ടോ, നിങ്ങളുടെ ചൂസ് അനുസരിച്ച് എടുത്തോ. ഇനി സവാളയിലേക്ക് കുറച്ച് ഹോൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഏലയ്ക്ക ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ കട്ട് ചെയ്തിട്ടുണ്ട്,
അപ്പോൾ ഇതിൽ കണ്ടില്ലേ, നിങ്ങളെല്ലാം ഞാൻ റഫായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഇതൊന്ന് വഴന്ന് വന്നിട്ട് വേണം അടുത്ത പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ സവാളയും ടൊമാറ്റോ ഒക്കെ കുറച്ച് വലിയ പീസാക്കിയാലും കുഴപ്പമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ അടച്ചു വെച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. അതായത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. കളർ ചേഞ്ച് ആവരുത് കേട്ടോ. കളർ ചേഞ്ച് ആയാൽ കറിയുടെ കളറും ചേഞ്ചായി പോകും. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇതുപോലെ പൊട്ടുകടല, നമ്മൾ ഈ മിക്സ്ചറിലൊക്കെ ചേർക്കുന്ന ഇതില്ലേ, തേങ്ങാ ചമ്മന്തിക്കൊക്കെ അരക്കുന്ന അത്, പിന്നെ കുറച്ച് പീനട്ട്, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് ഇത് സോട്ട് ചെയ്തെടുക്കുക. അതും മൊരിഞ്ഞൊന്നും വരണ്ട, അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി. അപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇത്രയും മതി. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 പിടി തേങ്ങ കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ തേങ്ങ ഒന്നുമില്ല, കയ്യിൽ നട്ട്സ് ഇല്ല, തേങ്ങ ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതൊന്ന് തണുത്ത് വന്നിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 1 സ്പൂൺ ഓയിലിലേക്ക് ഞാൻ ഇത്തിരി പച്ചമുളക്, അതുപോലെ ഒരിത്തിരി പെരിഞ്ചീരകം, കറിവേപ്പില, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. ഇതെല്ലാം കൂടി പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരട്ടെ. ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഒഴിച്ച ഓയിലൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ച കുത്തലൊക്കെ മാറിയിട്ടുണ്ടാവും പൊടിയുടെ. ഇത്രയും നല്ല റോസ്റ്റായിട്ട് വരണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ ഒരു പിങ്ക് കളറിൽ നിന്നും മാറി ഒരു വൈറ്റിഷ് കളറിലേക്ക് വരണം കേട്ടോ. അതുവരെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും. ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പാനിലേക്ക് ഇങ്ങനെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഇത്രയും മതി. ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള അതുണ്ടല്ലോ, പച്ചക്കറികൾ, സവാളയും ടൊമാറ്റോ ഒക്കെ, അത് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ അതിൽ തരി പോലെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കറി നല്ല സ്മൂത്തായിട്ട് വരില്ല. ഇനി ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ചിക്കൻ ഒരുവിധം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3/4 ഭാഗമൊക്കെ ചിക്കൻ വെന്തതിന് ശേഷമാണ് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. കാരണം നമ്മളിതിൽ പീനട്ടും മറ്റേ പൊട്ടുകടലയൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒരല്പം കൂടി ചേർത്തിട്ട്, ഇനി ഈ സമയത്ത് ചേർക്കുന്ന വെള്ളം തിളപ്പിച്ച വെള്ളമായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളമെങ്കിലും ആയിരിക്കണം. എന്നിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒന്നും കൂടി കുറുകും. അപ്പോൾ ഒരിത്തിരി കൂടി വേണമെങ്കിൽ വെള്ളം ചേർത്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ കുറുകിയിരിക്കുമ്പോഴാണ് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ ഇത് തിളച്ചെന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴയാണ് കേട്ടോ. അപ്പോൾ ഈ മഴ കണ്ട് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ അതൊക്കെ നോക്കി നിൽക്കും. ഇനി ഈ കറി തിളച്ചോന്നെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ചെറിയ തീയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് ചിക്കനിലേക്ക് നമ്മൾ ചേർത്ത എല്ലാ മസാലകളും പേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. കണ്ടോ, ഇത്രയും തിക്നെസ്സിലെടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം കേട്ടോ. ഇപ്പം കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകിൻ്റെ പൊടി. നമ്മൾ പച്ചമുളകിൻ്റെ ഒരു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തിരി കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരല്പം ഗരം മസാല. പിന്നെ ഇതിലേക്ക് ഇടൽ നിർബന്ധമൊന്നുമില്ല. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി, അതല്ലെങ്കിൽ സവാളയും കറിവേപ്പിലയും കൂടി താളിച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ
ഒരു വേറെ ലെവൽ കറിയായി മാറും കേട്ടോ. അടിപൊളി കറിയാണ്. നമ്മുടെ കയ്യിൽ ഒന്നാം പാൽ എടുക്കേണ്ട, രണ്ടാം പാൽ, മൂന്നാം പാൽ, അങ്ങനെ സ്റ്റെപ്പുകളൊന്നും വേണ്ട. പിന്നെ നട്ട്സ് അരച്ച് ചേർക്കണ്ട, ഫ്രഷ് ക്രീം ചേർക്കണ്ട, ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരുന്ന ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. നൈസ് പത്തിരി, അപ്പം, പൊറോട്ട, ചപ്പാത്തി, ഈവൻ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും നല്ല മാച്ചായിട്ടുള്ള കറിയാണ്. ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലീസ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അടുത്ത വീഡിയോയിലേക്ക് കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് പലരും മറന്നു പോകുന്നുണ്ട്. അത് മനഃപൂർവ്വം ആയിരിക്കില്ല, നമ്മളിങ്ങനെ അറിയാതെ അങ്ങനെ സ്കിപ്പായി പോകുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.